വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ് മക്കളെ. നമ്മുടെ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങളോട് ഗോത്ര സമൂഹത്തിന്റെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ 3 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ട്രൈബ്സ് ഹാവ് യുണീക്ക് ലൈഫ് സ്റ്റൈൽ. അതായത് ട്രൈബ്സിന് എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ജീവിത രീതികളുണ്ട് അല്ലെ. അവർക്ക് എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം തനതായിട്ടുള്ള ഒരു ജീവിത ശൈലി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ട്രൈബ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ എന്താണ്, നമ്മുടെ ദേ ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ആൻഷ്യന്റ് ഹ്യൂമൻ സൊസൈറ്റീസ് ഓഫ് അവർ കൺട്രി. നമ്മുടെ ദേശത്തെ എന്താണ് ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് ദ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഈ ട്രൈബ്സ് എവിടെ താമസിക്കുന്ന അറിയോ? ഒന്നുകിൽ ഏതെങ്കിലും ഫോറസ്റ്റ് കാടുകളിലായിരിക്കും, അല്ലെങ്കിലോ ഹിൽസ് കുന്നുകളിലായിരിക്കും, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാലീസ് അല്ലെ. അതായത് ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലൊക്കെയാണ് എന്താ നമ്മുടെ ട്രൈബ്സ് ഒക്കെ താമസിക്കുന്നത്. ഉള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് റിച്വൽസ് ഉണ്ടാവും അല്ലെ. കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ്സ് ലിവ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ അല്ലെ. ഓരോ ഗോത്ര സമൂഹം എന്താണ്, ഓരോ ടീം എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂട്ടായിട്ട് താമസിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇവർക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഊരെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഊരിൽ ഒരു ലീഡർ ഉണ്ട്. ആ ലീഡറിനെ നമ്മൾ ഊര് മൂപ്പൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 3 സവിശേഷതകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് കേരള. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഓക്കെ, പണിയർ, ഇരുളർ, കാട്ടുനായ്ക്ക്, ഊരാളി എല്ലാം എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ എന്താണ് മലയന്മാർ അല്ലെ. ഏതെങ്കിലും ഒരു 2 എണ്ണം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. ഗ്രാമസമൂഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യെസ്, പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ അല്ലെ. അവിടുത്തെ പ്രത്യേകത എന്താണ്? യെസ്, ഗ്രാമങ്ങളിലെ ആളുകൾ എന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടുപ്പുള്ളവരായിരിക്കും അല്ലെ, ക്ലോസ് ആയിരിക്കും. പിന്നെ എന്താണ്, അവര് ഭയങ്കരമായിട്ട് എന്താണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ദേ നോ ഈച്ച് അതർ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അറിയാം കേട്ടോ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നെക്സ്റ്റ്, ദയർ ക്ലോത്തിങ് അല്ലെ. അവരുടെ വസ്ത്രധാരണ രീതിയും ലൈഫ് സ്റ്റൈലും ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ വെച്ചാൽ എന്താണ്, യെസ് എന്താണ് ലളിതമായിട്ടുള്ള വസ്ത്രധാരണ രീതിയൊക്കെയാണ് നമ്മുടെ ഗ്രാമസമൂഹത്തിലെ ആളുകളുടെ വസ്ത്രധാരണ രീതി. ഓക്കെ, നെക്സ്റ്റ്. കാറ്റിൽ റിയറിങ്, ഹാൻഡിക്രാഫ്റ്റ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് എന്താ ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ദെൻ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന് അതായത് കൂട്ടുകുടുംബ സമ്പ്രദായത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് എന്താ ആരടാ നമ്മുടെ ഗ്രാമസമൂഹത്തിലുള്ള ആളുകൾ അല്ലെ. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഗ്രാമസമൂഹത്തിലുള്ള ആളുകൾ. ഓക്കെ, ദെൻ മെനി റൂറൽ ജോയിന്റ് ഫാമിലീസ് ഹാഡ് ദെയർ ഓൺ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ അണ്ടർടേക്കൺ ബൈ ദർ കാർ. ഓരോരുത്തർക്കും എന്താണ് അവരുടേതായിട്ടുള്ള കുലത്തൊഴിലുകൾ അല്ലെ. പണിക്കന്മാരുണ്ടാവും, സ്വർണ്ണപ്പണിക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും കുലത്തൊഴിലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളും എന്താണ് നമ്മുടെ ഗ്രാമസമൂഹത്തിലുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പഠിക്കാൻ മറന്നു വരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനിയും വരും.